ഉമ്മ ഉമ്മ ഉമ്മ. മൂന്നാമത്തെ വിളിക്ക് കേട്ടിട്ടില്ലെങ്കിൽ നമ്മളെ ടോണിൽ വരുന്ന മാറ്റം അല്ലേ? മക്കള് അതും ഇതും ചോദിക്കുമ്പോൾ ചെയ്തു തരേണ്ടത് ഉമ്മയുടെ അവകാശം അല്ലെങ്കിൽ ഉപ്പയുടെ ബാധ്യതയാണ്. അങ്ങോട്ട് പറയാ നമ്മുടെ ഇടയിൽ 100 നാവുണ്ട്. ചോദിച്ചു വാങ്ങാൻ നമുക്ക് നല്ലോണം അറിയാം. കാരണം ഇത് ഫ്രീ ആയിട്ട് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്ത് ചെയ്താലും വിട്ടുപോകൂല എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പേരാണ് മക്കളെ രക്തബന്ധം. ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം, എന്നാൽ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കാം. ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കാം, എന്നാൽ അത് നിങ്ങൾക്ക് ദോഷകരമായിരിക്കാം. അല്ലാഹുവാണ് അറിയുന്നവൻ, നിങ്ങൾ അറിയുന്നില്ല എന്ന്. വളരെ വ്യക്തമായി നമ്മൾ ഈ ആയത്തിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്കിഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? പക്ഷെ ആ ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്നാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എല്ലാം നമുക്ക് ചെയ്യാൻ തോന്നാറുണ്ടോ? അതും ഇല്ല അല്ലേ? ഇങ്ങനെ വരുന്ന സമയത്ത് ജീവിതത്തിൽ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നമുക്കിങ്ങനെ തോന്നാറുണ്ട്. ചിലപ്പോഴൊക്കെ അത് എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത്, നീങ്ങേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ആശയം, ഐഡിയ, അർത്ഥം കിട്ടാതെ സ്റ്റക്കായി പോകാറുണ്ട് നമ്മൾ. പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികൾ ചില സാഹചര്യങ്ങളിൽ പതറിപ്പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് യഥാർത്ഥത്തിൽ എന്താ അറിയാം നമ്മളെക്കുറിച്ച്? ഈ ഒരു സെഷനിൽ നിങ്ങൾ കുറച്ചുകൂടി ബോധപൂർവം ഇരിക്കണം. നിങ്ങൾ ഡിസൈൻ ചെയ്തതാണോ നിങ്ങളുടെ ശരീരം? നിങ്ങൾ പ്ലാൻ ചെയ്തതാണോ നിങ്ങളുടെ ജന്മം? ഈ സദസ്സിൽ നിങ്ങളായിട്ട് ഡിസൈൻ ചെയ്ത ഏതെങ്കിലും ഒരു അവയവം നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരുമോ? അല്ലെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊന്തിക്കോ. സ്വന്തമായി ഡിസൈൻ ചെയ്തിട്ടുണ്ടാക്കിയ ഒരു അവയവം നിങ്ങളുടെ ശരീരത്തിലുള്ളവർ, അല്ലെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്തവർ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊന്തിക്കോ, കാണട്ടെ. ഉണ്ടോ? ഉണ്ടോ? കൈ പൊന്തുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇതൊക്കെ ആരാ ഉണ്ടാക്കിയേ? ഇതാരാ പ്ലാൻ ചെയ്തത്? ലൈഫ് പ്ലാൻ ചെയ്തത് അള്ളാഹുവാണ്. ഈ സമയത്ത് ഈ ഭൂമിയിലേക്ക് നമ്മൾ വരണം എന്നുള്ള പ്ലാനിങ് അള്ളാഹുവിൻ്റെതാണ്. ഇവിടെ നമുക്ക് ഏതൊക്കെ അവയവങ്ങൾ ഉണ്ടാവണമെന്നും എങ്ങനെയൊക്കെ ജീവിക്കണമെന്നുള്ള പ്ലാനിങ് അള്ളാഹുവിൻ്റെതാണ് അല്ലേ? നമുക്ക് സ്വന്തമായിട്ട് പിന്നെ എന്താ ഉള്ളത്? നമുക്ക് സ്വന്തമായി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജന്മത്തിൽ നമുക്കുള്ള റോൾ എന്താ? നമ്മുടെ പങ്കെന്താ? ഉത്തരമുണ്ടോ? അപ്പോൾ മൈ ലൈഫ് മൈ ചോയ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുന്നത്? ഉറക്കെ പറഞ്ഞോളൂ. മൈ ബോഡി മൈ ചോയ്സ്, മൈ ലൈഫ് മൈ ചോയ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ പ്ലാനിലും അല്ല, നിങ്ങളുടെ ഡിസൈനിലും അല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല. പിന്നെ ആ ഒരു ക്യാപ്ഷന് അല്ലെങ്കിൽ ആ ഒരു കോട്ടിന് എന്താ അർത്ഥമുള്ളത്? ഇപ്പോൾ പകൽ സമയത്ത് എല്ലാ ചെടികളും മരങ്ങളൊക്കെ അതിൻ്റെ ഇലകളും പുഷ്പങ്ങളൊക്കെ വിടർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? കാണാറില്ലേ? എന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അതെല്ലാം ഇങ്ങനെ വാടി കൂമ്പി നിൽക്കും. കാരണം എന്താ? സൂര്യപ്രകാശം മങ്ങിപ്പോയിട്ടുണ്ട്. സൂര്യൻ അഭിമുഖമായി നിൽക്കുന്ന സമയത്ത് ഈ പ്രകൃതിയിലെ എല്ലാ ഇത്തരത്തിലുള്ള സസ്യലതാദികളും ഇങ്ങനെ വിരിഞ്ഞും വിടർന്നും നിൽക്കും. സൂര്യാസ്തമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനോടടുക്കുമ്പോൾ ഇതെല്ലാം വാടി കൂമ്പിപ്പോവും. ഒരു ദിവസം സൂര്യൻ ഉദിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാലോ എന്താ സംഭവിക്കുക? അതെ, ഈ ഭൂമിയിലെ ജീവജാലങ്ങളുടെ, ജന്തു ജീവജാലങ്ങളുടെ ജീവിതം മുഴുവനായിട്ട് എന്താവും? ഡിസോർഡർ ആവൂലേ? അപ്പൊ ഇതിനൊരു ക്രമമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
ഉണ്ട്. ഈ ക്രമം നിശ്ചയിച്ചതാരാ? പടച്ച തമ്പുരാൻ അല്ലേ? അപ്പോൾ സൃഷ്ടാവ് നിശ്ചയിച്ചിട്ടുള്ള ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ക്രമം തെറ്റിക്കുമ്പോഴാണ് ആകെ ഡിസോർഡർ ആവുന്നത്. ആ ക്രമം തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നമ്മളെ അടുത്ത് ഉണ്ടാവാറില്ലേ? ഉണ്ടാവാറുമുണ്ട്. അപ്പം നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഫിത്രത്തുല്ലാഹില്ലത്തി ഫത്വറൻ നാസ അലൈഹ ലാ തബ്ദീല ലി ഖൽഖില്ലാ. അള്ളാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതി അത്രേ ഇത്. അള്ളാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥക്ക് യാതൊരു മാറ്റവുമില്ലാണ്. അപ്പോൾ അള്ളാഹു ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്ത് തീരുമാനിച്ചു വെച്ച കാര്യങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തോട് നമ്മൾ വഴങ്ങണ്ടേ? ഈ സെഷൻ്റെ അവസാനം നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും ഇതുപോലെ തന്നെ വരണം. വർഷങ്ങളായിട്ട് ഒരു കൗൺസിലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് കുട്ടികളെ നിരന്തരം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ കളിക്കുന്നുണ്ട്. ഒരിക്കലും ഉമ്മ സുബഹി നമസ്കാരം കഴിഞ്ഞിങ്ങനെ കണ്ണ് മാളിപ്പോയതാ. നമസ്കാര കുപ്പായിൽ ഇരുന്നിങ്ങനെ കണ്ണ് മാളിപ്പോയി. ഉണർന്നു നോക്കുമ്പോൾ 16 വയസ്സുള്ള തൻ്റെ വീട്ടിലെ തൻ്റെ മൂത്ത മകനെ കാണുന്നില്ല. ആ മകനെ ഉമ്മ കുറേപ്പാട് തിരഞ്ഞു. തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരുന്നു. 6 മണി കഴിഞ്ഞ് 7 മണി കഴിഞ്ഞ് 8 മണി കഴിഞ്ഞ് 11 കഴിഞ്ഞു 4 മണിയായിട്ടും മകൻ തിരിച്ചു വരുന്നില്ല. ഉപ്പയുടെ സ്കൂട്ടി അവിടെ കാണുന്നില്ല. തിരച്ചിലായി. പോലീസുകാർക്ക് വിവരം കൊടുത്തു. അന്വേഷണങ്ങളായി. പോസ്റ്ററുകൾ ഉണ്ടാക്കി പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെയുള്ള എല്ലാ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയും ഷെയർ ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞു, മകനെ കാണുന്നില്ല. ഉമ്മയുടെ അവസ്ഥയിൽ മാറ്റം വരാൻ തുടങ്ങി. ആദ്യമൊക്കെ കറക്റ്റായിട്ട് ഓരോ ദിവസവും ഇങ്ങനെ നമുക്കിങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരാറുണ്ടായിരുന്നു വിവരങ്ങൾ. ഇന്ന സ്ഥലത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്തേക്ക് പോലീസുകാർ പോയിട്ടുണ്ട്, അവിടെ അവരെ ഇത്ര നേരം തെരച്ചിൽ നടത്തുന്നുണ്ട്. അങ്ങനെ 4-5 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമ്മയുടെ ടോണ് മാറാൻ തുടങ്ങി. എന്നാലും എൻ്റെ കുട്ടി എന്നോട് എത്ര സ്നേഹമില്ലാത്ത മോനായിരുന്നു എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നീറുന്ന വേദനയുമായിട്ട് ആ മകനുള്ള തെരച്ചിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം കഴിഞ്ഞു. ആ കുട്ടി ട്രെയിൻ യാത്രക്കിടക്ക് ഒരാൾ ആ കുട്ടിയോട് സംസാരിച്ചതായിട്ടും ആ മോൻ അയാളോട് തൻ്റെ സ്ഥലം ഇന്നതാണെന്നും ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണെന്നും മറുപടി പറഞ്ഞതായിട്ടൊക്കെയുള്ള വിവരം ലഭിച്ചു. പക്ഷേ ആ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷമാണ് ആ ആൾക്ക് താൻ സംസാരിച്ചിരുന്ന കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ മകനായിരുന്നു എന്നുള്ളത് ബോധ്യമായത്. അപ്പോഴേക്കും സമയമേറെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മറ്റ് മാർഗങ്ങളിലൂടെ ദൂരത്തേക്ക് അങ്ങോട്ടോ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു മാസത്തെ പ്രാർത്ഥനക്കും പറച്ചിലിനും ഒക്കെ ഒടുവിൽ 1 മാസത്തിന് ശേഷം ആ മോന് തൻ്റെ ഉമ്മയുടെ മൊബൈൽ ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ്, ഗർഭപാത്ര ബന്ധം എന്ന് പറയുന്നത് അതാ മക്കളെ, ടെക്സ്റ്റ് മെസ്സേജ് ആരെങ്കിലും നോക്കുമോ? നമുക്ക് അക്കൗണ്ടിൽ ക്യാഷോ മറ്റോ വരാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ നോക്കുള്ളൂ അല്ലേ? ഇപ്പോൾ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെസ്സേജിന്. ഉമ്മ, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, ഇവിടെയുണ്ട്, ഞാൻ സുരക്ഷിതമാണ്, ഉമ്മ ടെൻഷൻ ആവേണ്ടതില്ല, ഞാൻ തിരിച്ചങ്ങോട്ട് വരുന്നൊന്നുമില്ല, പക്ഷേ ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ള വിവരം തൻ്റെ ഉമ്മ ഇത്രയും കാലമായിട്ട് മകൻ എവിടെ പോയി എന്നുള്ളത് അറിയാതിരുന്നാൽ ആ ഉമ്മയ്ക്ക് ഹൃദയം പൊട്ടുന്ന വേദന കൊണ്ട് ഉമ്മക്ക് എന്തെങ്കിലും ആയി പോകുമോ എന്നുള്ള ഭയത്താൽ ആ മകൻ അയച്ച മെസ്സേജാണ്. പക്ഷേ 4 ദിവസത്തിന് ശേഷമാണ് ഉമ്മ മെസ്സേജ് കാണുന്നത്. കാരണം എന്താ? ടെക്സ്റ്റ് മെസ്സേജ് ആയതുകൊണ്ട്. അപ്പോഴും അവൻ്റെ മനസ്സിൽ തൻ്റെ ഉമ്മ ഇത് എപ്പോഴെങ്കിലും കാണുമ്പോൾ ഉമ്മക്ക് സമാധാനമുണ്ടാകുമെന്നുള്ള ആ ഒരു ഗർഭപാത്ര ബന്ധം, പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയുന്ന ബന്ധം, അത് നമുക്ക് എത്രയായാലും മുറിച്ച് കളയാൻ പറ്റില്ല മക്കളെ. അവന് ഇന്ന് അവൻ്റെ ഉമ്മയുടെ കൂടെ പരിശുദ്ധ മക്കയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ
ആ ഉമ്മയുടെ മനസ്സിലുള്ള ഒരു നിയ്യത്തായിരുന്നു എൻ്റെ മോൻ തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു യാത്ര പോകണം എന്നുള്ളത്. അപ്പോൾ അവർ മക്കയിലുള്ള ഫോട്ടോ ഒക്കെ ഞാൻ കണ്ട സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഉമ്മ, അങ്ങനെ ഒരു ഉപ്പ, അത്തരത്തിലുള്ള ഒരു കുടുംബം നമുക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. പക്ഷെ അതിൻ്റെ യഥാർത്ഥ ബോധം ഇപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ. നമുക്കറിയാം, അമലഹൂഫി സ്വാലുഹൂഫി ആമേൻ എന്ന് പറയുമ്പോൾ ഈ 2 വർഷത്തോളം നമുക്കറിയാം നമ്മുടെ മാതാവിൻ്റെ അമ്മിഞ്ഞപ്പാല് നമ്മൾ നുകരുന്ന 2 വർഷക്കാലത്തോളം മുലകുടി എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. അത് നമുക്ക് നമ്മുടെ മാതാവ് വകവെച്ചു തരേണ്ടതാണ്. അത് കിട്ടേണ്ട ആളിൽ നിന്ന് കിട്ടേണ്ട തരത്തിൽ കിട്ടേണ്ട സമയത്ത് നമുക്ക് കിട്ടേണ്ടതാണ്. ഈ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണെന്നറിയോ? എവിടെയാ? ഉമ്മയുടെ ഗർഭപാത്രം. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയോ? ഈ ലോകത്തൊരു സംഘർഷവും അറിയാൻ പാടില്ല കുട്ടി. മക്കളെ, നിങ്ങളെയൊക്കെ അങ്ങനെ തന്നെയാണ്, എന്നെ നിങ്ങളെയൊക്കെ നമ്മുടെ ഉമ്മമാർ അങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. ഈ ലോകത്തുണ്ടാകുന്ന ഒരു പ്രതിസന്ധികളും പ്രയാസങ്ങളും സംഘർഷങ്ങളും അറിയാൻ പാടില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ കുട്ടിയുടെ ബുദ്ധിക്കും ബോധത്തിനും മനോനിലക്കും പ്രയാസപ്പെടുമെന്ന് ഉമ്മക്കറിയാം. അത്രമേൽ സുരക്ഷിതമായ ഇടത്താണ് ഉമ്മ നമ്മളെ സംരക്ഷിച്ചിട്ടുള്ളത്. ആ സംരക്ഷണ കവചം റബ്ബ് ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഞ്ഞ്, നമുക്കറിയാം, 1-ാമത്തെ ദിവസം കാണുന്ന കുഞ്ഞല്ല 2-ാമത്തെ ദിവസം. മുഖം മാറി വരുന്നില്ലേ? ശരീരം മാറി വരുന്നില്ലേ? ആ മാറ്റത്തിനനുസരിച്ച് ആ കുഞ്ഞ് നുകരുന്ന മുലപ്പാലിലൂടെ ആ കുട്ടിയുടെ ശരീരവും തലച്ചോറും മനസ്സും ചിന്തകളും ബോധമൊക്കെ ഇങ്ങനെ വളരുകയാണ്. 4-ാമത്തെ 5-ാമത്തെ ഒക്കെ ദിവസമാകുമ്പോൾ കുട്ടി ലോകത്തെ പഠിച്ചു തുടങ്ങുകയാണ്. ദ്രുതഗതിയിലുള്ള വളർച്ച എന്നാ പറയുക, ആ കാലഘട്ടത്തിലെ വളർച്ച. അപ്പോഴൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നന്മയുള്ള ചിന്തകളാണ്. ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെ ഇരിക്കാനും സംസാരിക്കാനും ശ്രദ്ധിക്കാനും കേൾക്കാനും പറയാനും കളിയാക്കാനും ചിരിക്കാനും തോന്നിയത് ചെയ്യാനും തോന്നുന്നിടത്ത് പോകാനും വേണ്ടാത്തരങ്ങൾ കാട്ടിക്കൂട്ടാനുമൊക്കെ നമുക്കുണ്ടായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത് നന്മയാർന്ന ഒരു ബുദ്ധിയെ വക്രതയോടുകൂടി കുബുദ്ധിയാക്കി കുതന്ത്രമാക്കി നമ്മൾ മാറ്റി തിരുത്തുന്നതാ. ഇത്രമേൽ ഒരു ബുദ്ധിയും മേന്മയും നന്മയും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് കൃത്യമായി പകർന്നു തരാൻ റബ്ബ് സംവിധാനം ചെയ്തിട്ടുണ്ട്. എവിടെ നിന്ന് ബീജം തമ്മിൽ അണ്ടവും ബീജവും സംയോജിപ്പിച്ചാലും അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചാണ് ആ കുഞ്ഞ് വളരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ വന്ന നമ്മൾ, മൈ ചോയ്സ്, എൻ്റെ ഭാഗം ആരും കേൾക്കുന്നില്ലല്ലോ, എനിക്ക് പറയാനുള്ളത് എന്താ ആരും മനസ്സിലാക്കാത്തത്, എൻ്റെ വികാരം എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? എന്നോട് എത്ര മക്കൾ ചോദിച്ചതാണെന്നറിയോ? എന്തുകൊണ്ട് ഉമ്മ ഇങ്ങനെ, എന്തുകൊണ്ട് ഉപ്പ ഇങ്ങനെ പറയുന്നു? ഞാൻ എന്തിനാ അവർ പറയുന്നത് കേൾക്കണം? എന്നെ എന്താ ആരും കേൾക്കാത്തത്? സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് വരുന്ന മറുചോദ്യങ്ങളാണ്. ഒപ്പന കളിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ച ഒരു ഉമ്മ, ആ വീട്ടിലെ അധികം പ്രായമൊന്നും ആയിട്ടില്ല, ആ വീട്ടിൽ 4-5 മക്കളുള്ള ആ വീട്ടിൽ 2 ആഴ്ചക്ക് ശേഷം വീണ്ടും പോയ സമയത്ത് അവർ പറയാ, ടീച്ചറെ, ഈ വീട്ടിൽ ഒരാളെ പോയിട്ടുള്ളൂ, ആ ഒരാൾ പോയത് കൊണ്ട് ഞങ്ങൾ ഇത്രയും ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും മരുമക്കളുടെയും പേരമക്കളുടെയും ജീവിതമാണ് ഡിസോർഡറായത്. ഞങ്ങൾക്ക് നല്ല നിലയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തെറ്റി, ഞങ്ങളുടെ മുറകളൊക്കെ തെറ്റി, ഞങ്ങളുടെ പ്ലാനുകളൊക്കെ തെറ്റി. ഞങ്ങൾക്ക് ഓരോ ദിവസവും തള്ളി നീക്കാൻ പറ്റുന്നില്ല, താളം തെറ്റി എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം. 6 മാസം പ്രായമായ സമയത്ത്, കുട്ടി തൊട്ടിലയിൽ കിടക്കുന്ന സമയത്ത് ഉമ്മ മരിച്ചിട്ടുള്ള ഒരു മോള്, അവൾ 6-ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവൾക്ക് വന്ന 2-ാമത്തെ ഉമ്മ ഏറ്റവും സുരക്ഷിതമായി പൊന്നുപോലെ, പൊന്നിനേക്കാൾ മൂല്യത്തോടു കൂടി ഈ മോളെ തൻ്റെ മോളാക്കി
നോക്കി വളർത്തി വലുതാക്കി 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ മോൾക്ക് എവിടെ നിന്നോ ഒരു ബോധം കിട്ടുകയാണ്. ആരോ പറഞ്ഞു കൊടുക്കുകയാണ്, സ്കൂളിൽ നിന്ന് കൂട്ടുകാരികൾ ആരോ, കുടുംബത്തിൽ മറ്റെങ്ങോ പറഞ്ഞത് കേട്ടതാ, അത് നിന്റെ ഉമ്മയല്ല എന്ന്. അവൾ പ്രശ്നം ഉണ്ടാക്കി, സ്കൂളിൽ വെച്ച് അവൾ പ്രശ്നം ഉണ്ടാക്കി, അവളെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ നിന്ന് അവൾ ചോദ്യം ചെയ്തു, ആരാണ് എൻ്റെ ഉമ്മ, എവിടെ പോയി എൻ്റെ ഉമ്മ, എനിക്കതിനുള്ള ഉത്തരം കിട്ടണമെന്നുള്ളത്. സ്വന്തം പിതാവും മാതാവുമല്ല തൻ്റെ കൂടെ ജീവിക്കുന്നത് എന്നറിഞ്ഞ ആ മോളുടെ മനോനില തിരിച്ചെടുക്കാൻ 5ഉം 6ഉം 7ഉം കൗൺസിലിംഗ് സെഷനുകൾ വേണ്ടി വന്നു. നമുക്കത് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ആ വിലയില്ലാതായി മാറുന്നത്. അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ കയ്യിൽ ഇത് ഈസിലി അവൈലബിൾ ആണ് അല്ലേ? ഉമ്മ ഉമ്മ ഉമ്മ. 3ാമത്തെ വിളിക്ക് കേട്ടിട്ടില്ലെങ്കിൽ നമ്മളെ ടോണിൽ വരുന്ന മാറ്റം അല്ലേ? മക്കള് അതും ഇതും ചോദിക്കുമ്പോൾ ചെയ്തു തരേണ്ടത് ഉമ്മയുടെ അവകാശം അല്ലെങ്കിൽ ഉപ്പയുടെ ബാധ്യതയാണ്. അങ്ങോട്ട് പറയാ നമ്മുടെ ഇടയിൽ 100 നാവുണ്ട്. ചോദിച്ചു വാങ്ങാൻ നമുക്ക് നല്ലോണം അറിയാം. കാരണം ഇത് ഫ്രീ ആയിട്ട് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്ത് ചെയ്താലും വിട്ടുപോകൂല എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പേരാണ് മക്കളെ രക്തബന്ധം അല്ലേ? ഉറപ്പല്ലേ നമുക്ക്? ഞാൻ എന്ത് കളി കളിച്ചാലും എൻ്റെ ഉമ്മയും ബാപ്പയും എന്നെ വിട്ടുപോകൂല, അവരെന്നെ കൈവിടില്ല എന്നുള്ള ഉറപ്പിൻ്റെ പേരാണ് രക്തബന്ധം. ആ രക്തബന്ധമാണ് എന്നെയും നിങ്ങളെയൊക്കെ ഇങ്ങനെ ആക്കി മാറ്റിയത്. അതുപോലെ തന്നെ അവർക്കെതിരെ എങ്ങനെ തിരിഞ്ഞാലും എന്ത് കളി കളിച്ചാലും നമ്മളെ അവർ വെറുക്കില്ല എന്നുള്ള ബന്ധത്തിൻ്റെ പേരാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത്. സത്യമല്ലേ? അത്രമേൽ മാതാപിതാക്കളെ മകള് ദ്രോഹിച്ചിട്ട് ആ മാതാവ് എന്നോട് പറഞ്ഞത്, ഒരു 10 കൊല്ലത്തിന് ഇനി ഞാനും ഓളും തമ്മിലൊരു ബന്ധം ഉണ്ടാവൂല എന്ന് പ്രസ്താവിച്ച് എൻ്റെ അടുത്തുനിന്ന് പോയി. അന്ന് വൈകുന്നേരം എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞു, ടീച്ചറെ പറയാന്നല്ലാതെ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല, നമുക്ക് ആർക്കും കഴിയില്ല. അതുകൊണ്ട് ആ ബന്ധത്തിൻ്റെ പവിത്രത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1 മിനിറ്റ് നിങ്ങളൊന്ന് കണ്ണടക്കണം, എല്ലാവരും ഒന്ന് കണ്ണടക്കുക. ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ഉമ്മയാരാണ് ഉപ്പയാരാണെന്ന് ചോദിക്കാൻ പോവാണ്. എല്ലാവരും കണ്ണുകൾ അടക്കുക. നിങ്ങളുടെ ഉമ്മയാരാ, നിങ്ങളുടെ ഉപ്പയാരാ? ഈ 2 ചോദ്യത്തിൻ്റെ മറുപടി നിങ്ങൾ എന്നോട് പറയാൻ വേണ്ടി ആലോചിക്കുമ്പോൾ കിട്ടുന്നില്ല, അറിയുന്നില്ല. എനിക്കെൻ്റെ ഉമ്മ ആരാന്ന് അറിയില്ല ടീച്ചറെ, എനിക്കെൻ്റെ ഉപ്പ ആരാണെന്ന് അറിയില്ല ടീച്ചറെ. അതെ, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും അൺനോണാണ്. ഏതോ ഒരു അറിയാത്ത ആരുടെയോ മകളാണ് നിങ്ങൾ എന്നുള്ള ഒരു ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ഉപ്പ ആരാന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല, നിങ്ങൾക്ക് പറയാനൊരു പേരില്ല, നിങ്ങൾക്കൊരു ഉപ്പയില്ല. ആ ഉപ്പ ആരാണെന്നറിയാതെയാണ് നിങ്ങൾ വളർന്ന് വലുതായി വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു ഉമ്മയില്ല, നിങ്ങൾ ആരോ വളർത്തി വലുതാക്കിയതാണ്. ആ പേര് പറയാനില്ലാതെ നിങ്ങളുടെ ഉള്ള് വിങ്ങുന്നില്ലേ? നിങ്ങളുടെ ഉള്ളകം വിങ്ങിക്കൊണ്ടിരിക്കുക. ആ വിങ്ങല് യഥാർത്ഥത്തിൽ ആ വിങ്ങൽ ഇപ്പം നിങ്ങളിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. സാവധാനം കണ്ണുകൾ തുറന്നോ. 1 മിനിറ്റെങ്കിലും 1 മിനിറ്റ് നിങ്ങളുടെ ചിന്ത പോയപ്പോൾ നിങ്ങൾക്ക് വല്ലതും ഫീൽ ചെയ്തോ? ജസ്റ്റ് നിങ്ങൾ അതുപോലെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പം നിങ്ങൾക്ക് ആ പേര് കിട്ടുന്നില്ല, അഡ്രസ്സ് അറിയില്ല, ഒരു അഡ്രസ്സ് ഇല്ലാത്ത, പേരില്ലാത്ത ഏതോ ഒരു വീട്ടിലെ ആളാണെന്ന് ഞാൻ എന്ന് പറയുമ്പം നിങ്ങൾക്കുണ്ടാകുന്ന ഈ വിങ്ങലിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത്, എനിക്ക് കുടുംബം വേണ്ട. എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു കുടുംബം? എനിക്ക് വേണ്ട മാതാപിതാക്കൾ, എന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.